ഒരു പ്രിയപ്പെട്ട ഉമ്മ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി എന്റെ അരികിലേക്ക് വന്ന്, അവരുടെ കൂടെ +2 പഠിക്കുന്ന ഒരു പ്രിയപ്പെട്ട പൊന്നുമോളുണ്ട്, സുന്ദരിയായ മകൾ. ആ പ്രിയപ്പെട്ട പൊന്നുമോളെ എന്റെ അരികിലിരുത്തിക്കൊണ്ട് ആ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു, സാറേ, എന്റെ പൊന്നുമോൾ, ഇവള് +2 പഠിക്കുന്ന മോളാ സാറേ, ഇവള് ഏതോ ഒരു ചെക്കനുമായിട്ട് പ്രേമാണെന്നാ പറയുന്നത്. ആ പ്രേമിക്കുന്ന ചെറുപ്പക്കാരന്റെ ഉമ്മ ഇന്നലെ എന്നെ വിളിച്ച് ഒരുപാട് ചീത്ത പറഞ്ഞു. എന്റെ മോളെ നന്നാക്കാൻ പറയാ അവര്. എന്റെ മോളെങ്ങാനും ഇനി ആ വീട്ടിലേക്ക് ഫോൺ ചെയ്താ ആകെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയാ. ഇവളാണെങ്കിൽ സമ്മതിക്കണില്ല. ഇവള് പറയണത് ഞാൻ വിളിച്ചിട്ടില്ല എന്നാ അവള് പറയുന്നത്. ഞാൻ എന്തു ചെയ്യും സാറേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ട ഉമ്മ, ഞാൻ ആ പെൺകുട്ടിയുമായി 2.5-3 മണിക്കൂറോളം സംസാരിച്ചു. സംസാരത്തിനിടക്ക് ആ മോളോട് ചോദിച്ചു, മോളെ നീ ഫോൺ ചെയ്തിട്ടുണ്ടോ, ഒന്ന് സത്യം പറയുമോളെ എന്ന് പറഞ്ഞപ്പോ ആ മോള് പറഞ്ഞു, സാറേ ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട്. എന്റെ ഉമ്മയുടെ കയ്യിലുള്ള ഫോൺ സാറ് കണ്ടതല്ലേ, നോക്കിയയുടെ പഴയൊരു ഫോണാണ് എന്റെ ഉമ്മയുടെ കൈകളിലുള്ളത്. ഞാനതിൽ എന്റെ കൂട്ടുകാരന്റെ ഫോൺ നമ്പർ ചേർത്തിട്ടുള്ളത് ലോ ബാറ്ററി എന്ന കോണ്ടാക്ട് നെയിമിലാണ്. ലോ ബാറ്ററി എന്നാണ് എന്റെ പ്രിയപ്പെട്ട കാമുകന്റെ പേര് എന്റെ ഉമ്മയുടെ ഫോണിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട കാമുകൻ എന്നെ വിളിക്കുന്ന സമയത്ത് ആ ഫോണിൽ ലോ ബാറ്ററി എന്ന് കാണിക്കും. എന്റെ ഉമ്മ വിചാരിക്കും, പുതിയ ലോകത്തെക്കുറിച്ചറിയാത്ത, പുതിയ സാങ്കേതിക വിദ്യകളെ കുറിച്ച് ബോധമില്ലാത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മ വിചാരിക്കും ഫോണിന്റെ ബാറ്ററി തീർന്നു, ബാറ്ററിക്ക് കംപ്ലൈന്റ് ആണെന്ന് വിചാരിച്ച് എന്റെ ഉമ്മ പറയും, മോളെ ഈ ഫോണിന്റെ ബാറ്ററി എപ്പോഴും ഇങ്ങനെ തന്നെയാ, നീ ഒന്ന് കൊണ്ടുപോയി ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കൈകളിലേക്ക് എന്റെ ഉമ്മ തരും. ഞാൻ റൂമിൽ കൊണ്ടുപോയി, അത് വല്ലാത്ത ചാർജാ സാറേ, 2-3 മണിക്കൂർ ഇരുന്നങ്ങ് ചാർജ് ചെയ്യും സാറേ. ഇതാ ഞങ്ങളുടെ പ്രേമം, ഇങ്ങനെയാ ഞങ്ങൾ കഥകൾ പറയുന്നത്, ഇങ്ങനെയാ ഞങ്ങൾ നുണ പറയുന്നത്, ഇങ്ങനെയാ ഞങ്ങൾ പൊട്ടിച്ചിരിക്കുന്നത് എന്ന് ആ പ്രിയപ്പെട്ട സഹോദരി പറയുമ്പോ, ആ പ്രിയപ്പെട്ട കുഞ്ഞു പെങ്ങള് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, തകരുന്ന കുടുംബ ബന്ധങ്ങളും മാറുന്ന സാമൂഹിക മൂല്യങ്ങളുമാണ് നമ്മുടെ പെൺമക്കളുടെ തിരോധാനങ്ങൾക്ക് കാരണമെന്ന് പുതിയതായി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നിങ്ങൾ കണ്ടതല്ലേ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ, നമുക്ക് പെൺമക്കളില്ലേ? എന്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടുകാരെ, നിങ്ങൾക്ക് പെൺകുട്ടികളും സഹോദരിമാരുമില്ലേ? നമ്മൾ കണ്ടില്ലേ, നമ്മൾ കേട്ടില്ലേ ഒരു പ്രിയപ്പെട്ട പൊന്നുപ്പയുടെ കണ്ണുനീർ? നമ്മളൊന്ന് കണ്ടില്ലേ? എന്റെ പൊന്നുമോള് റാഹി, എന്റെ മോള് റാഹി, നീ പോകില്ല മോളാ, നീ പോകില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ജന്മം നൽകിയ, ആറ്റുനോറ്റ് വളർത്തിയ ഒരു പിതാവ് മകൾക്ക് വേണ്ടി, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഒന്ന് കാണാൻ വേണ്ടി കരയുന്ന രംഗം ഏത് പൗര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞാലും, നീതിന്യായ നിയമപുസ്തകം തുറന്നു കാട്ടിയാലും എന്റെ പ്രിയമുള്ളവരെ എത്ര ദയനീയമാണെന്നറിയാമോ? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ കുഞ്ഞുകുട്ടിയായിരിക്കുന്ന സമയത്ത് നിന്റെ അടുത്തേക്ക് നിന്റെ പ്രിയപ്പെട്ട ഉപ്പ വന്നത്, നീ തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന സമയത്ത് നിന്റെ അടുത്തേക്ക് നിന്റെ പ്രിയപ്പെട്ട ഉപ്പ കടന്നു വന്നത്, നിന്റെ ഉമ്മയോട് ചോദിച്ചത്, എന്റെ പൊന്നുമോൾ ഉറങ്ങിയോടി, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഉറങ്ങിയോടി എന്നാ പ്രിയപ്പെട്ട ഉപ്പ ചോദിച്ചത്. ഉറങ്ങിക്കിടക്കുന്ന നിന്റെ തൊട്ടിലിന്റെ അടുത്തേക്ക് നിന്റെ ഉപ്പ കടന്നു വന്നത്, നിന്നെ ചുംബിച്ചത് നിന്റെ കവിളത്തല്ല പൊന്നു പെങ്ങളെ, നിന്റെ കവിളത്തല്ല പൊന്നുമോളെ, നിന്റെ കാൽപാദങ്ങളിൽ ആ ഉപ്പയുടെ നെറ്റി അമർത്തിയത്, ആ ഉപ്പയുടെ ചുടുചുണ്ടുകൾ അമർത്തിയത് ഓർക്കുന്നുണ്ടോ എന്റെ പെങ്ങളെ? എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, ഓരോ പെരുന്നാൾ ദിവസത്തിലും പെരുന്നാൾ ദിനത്തിലും നിന്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോ നിന്റെ ഇക്കയെ കുറിച്ചല്ല ചോദിക്കാറ്, നിന്റെ ഉമ്മയുടെ സ്വരം കേൾക്കാനല്ല വിളിക്കാറ്. പകരം എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് വസ്ത്രമെടുത്തോ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് ഉടുപ്പ് വാങ്ങിയോ, എന്റെ പൊന്നുമോൾക്ക് മൈലാഞ്ചിയും മുല്ലപ്പൂവൊക്കെ വാങ്ങിക്കൊടുത്തു എന്നറിയാൻ വേണ്ടി, എന്ന ഇഷ്ടത്തോടുകൂടി, എന്ന ആഗ്രഹത്തോടുകൂടി വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പയെ എന്തിനാ എന്റെ പെങ്ങളെ നീ മറന്നു പോകുന്നത്? നീ ഇല്ലാത്തൊരു നിമിഷം ഉപ്പയ്ക്ക് ഓർക്കാൻ കഴിയുമോ? എത്ര ഉമ്മമാരായ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എത്ര ഉമ്മമാരായ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പോയ
സങ്കടം കൊണ്ട് കോടതി മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഓർക്കുന്നുണ്ടോ? 10 മാസക്കാലം നിന്നെ ഗർഭം ധരിച്ച നിന്റെ പ്രിയപ്പെട്ട ഉമ്മ, മരണവേദന സഹിച്ചുകൊണ്ട് നിന്നെ പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട ഉമ്മ, കുഞ്ഞായിരിക്കുമ്പോ അസുഖം വരുമ്പോ പതിരാവോളം ഉറങ്ങാതെ താരാട്ട് പാട്ടുപാടി മാറോട് ചേർത്ത് പിടിച്ച നിന്റെ പ്രിയപ്പെട്ട ഉമ്മ, നീ വളർച്ചക്കൊത്ത് നിന്റെ വളർച്ചക്കൊത്ത് മനസ്സിൽ മണിമാളിക പണിത നിന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഒരു ഭാഗത്ത് കോടതി മുറിയുടെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോ മറുഭാഗത്ത് നിൽക്കുന്നത് നീ ഇന്നലെ കണ്ട നിഖിലല്ലേ? ആരുടെ കൂടെ നിനക്ക് പോകണം മോളെ എന്ന് കോടതി ചോദിക്കുമ്പോ എനിക്കെന്റെ ഉപ്പ വേണ്ട, എനിക്കെന്റെ ഉമ്മ വേണ്ട, എനിക്കെന്റെ കുടുംബം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ കണ്ടവന്റെ കൂടെ ഒളിച്ചോടിപ്പോകുന്ന, ഇന്നലെ കണ്ടവന്റെ കൂടെ ചാടിപ്പോകുന്ന പെണ്ണെ, നിനക്ക് ഉമ്മയുടെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഉപ്പയുടെ കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് കഴിയില്ല എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ. ജീവിതത്തിൽ ഒരിക്കലും എന്റെ ശബ്ദം കേൾക്കാൻ എന്റെ പൊന്നു പെങ്ങളെ നിനക്കൊരവസരം ലഭ്യമാണെങ്കിൽ, എന്റെ ശബ്ദം കേൾക്കാൻ ആ നാട്ടുകാരെ, മലബാറിന്റെ മക്കളെ, നിങ്ങൾക്കൊരവസരം ലഭ്യമാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഈ പെൺകുട്ടികൾക്കൊരിക്കലും ജീവിതത്തിൽ സമാധാനമെന്നത് ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയൂല. നമ്മൾ കണ്ടതല്ലേ കുറെ, നമ്മൾ കേട്ടതല്ലേ കുറെ. എന്റെ പ്രിയമുള്ളവരെ, നാട്ടുകാർക്ക് മുന്നിൽ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ, നിന്റെ പ്രിയപ്പെട്ട ഉപ്പയെ നാട്ടുകാർക്ക് മുന്നിൽ കരയിപ്പിച്ച പെണ്ണെ, നിനക്ക് സമാധാനം കിട്ടൂലടി. വിവാഹത്തിന് 2 ദിവസം മുമ്പ് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും നാണം കെടുത്തി പൂജാരിയുടെ കൂടെ ഒളിച്ചോടിയ മുബീന, നിന്നെ മറക്കാൻ മലബാറിന്റെ മക്കൾക്ക് കഴിയൂല മോളെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി, ഒരു പൊന്നുമോള് +2 പഠിക്കുന്ന ഒരു മോൾ എന്റെ അടുത്ത് വന്നു. അവള് പറഞ്ഞു, സാറേ, ഞാനൊരു ചെറുപ്പക്കാരനുമായിട്ട് പ്രേമത്തിലായിരുന്നു. ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുകയപ്പോ ഞാനൊരു ചെറുപ്പക്കാരനുമായി പ്രേമത്തില. പക്ഷേ എന്റെ ഉപ്പയ്ക്കത് ഇഷ്ടമല്ല, എന്റെ ഉമ്മയ്ക്കത് ഇഷ്ടമല്ല. ഞങ്ങൾ 1 വർഷമായി പ്രേമത്തിലായിട്ട്, വല്ലാത്ത ഇഷ്ടമാ സാറേ ഞങ്ങൾ തമ്മിൽ. പക്ഷേ ഞാൻ അവനോട് പറഞ്ഞു, ഈ ഇഷ്ടം ഇപ്പൊ അവസാനിപ്പിക്കണം, എന്റെ ഉമ്മക്കും ഉപ്പക്കും അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ അവൻ എന്നോട് പറഞ്ഞത് അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നു. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. ഈ പെൺകുട്ടി പ്രേമമുള്ള സമയത്ത് ഈ ചെറുപ്പക്കാരൻ അയച്ചു കൊടുത്ത വ്യത്യസ്തങ്ങളായ സെക്സ്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോയാണ് ഈ ചെറുപ്പക്കാരൻ PDF രൂപത്തിൽ 30ഓളം ഫോട്ടോകളാക്കിക്കൊണ്ട് ഈ പെൺകുട്ടിക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവളോട് പറയുന്നത്, ഈ പെണ്ണെ, നീ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഈ ഫോട്ടോസ് ലോകമറിയും, ഈ ഫോട്ടോസ് ഞാൻ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ലോകത്തെ കാണിക്കും. അപ്പൊ നിന്റെ ഉമ്മയും ഉപ്പയും നിന്റെ കുടുംബവും നിന്റെ മതവും നിന്റെ ജാതിയുമൊക്കെ എത്ര നാണങ്ങളാ പോണെന്നറിയോ? അതുകൊണ്ട് എന്റെ കൂടെ നീ പോന്നേക്കെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയെ ഈ ചെറുപ്പക്കാരൻ വശീകരിക്കാനും വിഷമിപ്പിക്കാനുമൊക്കെ ശ്രമിച്ചു. ഈ പെൺകുട്ടി നല്ല ധൈര്യശാലിയായ പെൺകുട്ടി ഇത് നേരെ ഉമ്മയോട് വന്ന് പറഞ്ഞു. ഉമ്മ ഉപ്പയോടും പിന്നെ കൗൺസിലിങ്ങിനും വിധേയമാക്കി ഒരു അഡ്വക്കേറ്റുമായി ബന്ധപ്പെട്ടു. കാര്യങ്ങൾ വളരെ സുഗമമായി അവസാനിച്ചു. എന്റെ പ്രിയമുള്ള ശബ്ദം കേൾക്കുന്നവരെ, നമ്മൾ ഓടിപ്പോയതിന്റെ പേരിൽ രക്ഷിതാക്കളെ ചീത്ത പറയുന്നവരുണ്ടാകാം, നാട്ടുകാരെ കുറ്റം പറയുന്നവരുണ്ടാകാം, മദ്രസവും ഉസ്താദും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറയുന്നവരുണ്ടാകാം. പക്ഷേ അതൊന്നുമായിരിക്കില്ല ചില സമയങ്ങളിൽ മനുഷ്യന്മാർക്ക് വരുന്ന, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വരുന്ന മാനസികമായ വളർച്ചയുടെ അപക്വതയായിരിക്കാം ഇതിനൊക്കെ കാരണം. അതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടത്തരുത് എന്ന് സ്നേഹത്തോടുകൂടി അറിയിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അപകടങ്ങളുടെ സൈറൻ മുഴക്കുന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയകൾ നിയന്ത്രിക്കാൻ, സ്വന്തം കുടുംബത്തെ സ്നേഹിക്കാൻ നമ്മൾ ഓരോ രക്ഷിതാക്കൾക്കും കഴിയേണ്ടതുണ്ട്. നിയമത്തെ പഴിചാരുന്നതിന് പകരം സുരക്ഷിതമായ സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഓരോ രക്ഷിതാക്കളും ആദ്യം ചെയ്യേണ്ടത്. ഈ സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ മുസ്ലിം മഹല്ലുകൾക്ക് സംഘടനയുടെ ഗ്രൂപ്പിസത്തിന്റെ പേര് പറഞ്ഞ് വേദികൾ കെട്ടുന്ന മഹല്ലുകളും സംഘടനക്കാരും ഓർക്കണം, മുസ്ലിം സഹോദരിമാർ മറ്റു മതസ്ഥന്റെ കൂടെ ഒളിച്ചോടിപ്പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി മഹല്ലുകളാണ്. മഹല്ലുകളിൽ കൃത്യമായ സംവിധാനങ്ങളിൽ, കൃത്യമായ
ബോധവൽക്കരണ ക്ലാസുകൾ അവരെയും ഇവരെയും വിളിച്ചുകൊണ്ടല്ല, കൃത്യമായി പഠിച്ച് ഈ വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവർ, ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് വായെന്ന് പറയുന്നവർ നമ്മുടെ ചുറ്റുപാടുകളിൽ വന്നുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ ഇസ്ലാം എന്താണെന്നും മതം എന്താണെന്നും ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നില്ല, സഹോദരിമാരുടെ മനസ്സിലേക്ക് എത്തുന്നില്ല. അത് എത്തിക്കുന്ന രൂപത്തിൽ വളരെ ആധുനിക നവീന ചിന്താഗതികളിലൂടെ ആ രീതിയിലുള്ള LCD-യും മറ്റുമൊക്കെ വീഡിയോ ഒക്കെ കാണിച്ചുകൊണ്ട് നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ, ട്രെയിനേഴ്സ് നമ്മുടെയൊക്കെ ചുറ്റുപാടുണ്ട്. അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ ബോധവൽക്കരണം പുതിയ തലമുറക്ക് നാം നൽകേണ്ടതുണ്ട്. സ്ത്രീകളുടെ ദേശാന്തര അവിഹിത ബന്ധനങ്ങൾക്കുമെതിരെ ഓരോ രക്ഷിതാക്കളും ഓരോ മഹല്ലുകളും മൂന്നാം കണ്ണും ആറാം ഇന്ദ്രിയവും തുറന്നു നോക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം. ഞാൻ സക്കീർ ഹുസൈൻ, 94 47 74 6898. അസ്സലാമു അലൈക്കും.